ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ഇന്ന് താത്താൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ താത്ത കുറച്ച് ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്, സ്കൂൾ പൂട്ടിയതല്ലേ 2 ദിവസത്തിന് വായോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ റോട്ടും അതാ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചെട്ടിപ്പടിയാണ് വീട്. അപ്പം ഞങ്ങളിതാ ബസ്സിൽ കയറി പരപ്പനങ്ങാടി വന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ പരപ്പനങ്ങാടിയിൽ നിന്ന് ചാലിയത്തേക്കുള്ള ബസ്സാണ് കയറേണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചാലിയം ബസ് കയറി ചെട്ടിപ്പടിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങിയതാ, നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചൂടത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നടന്ന് ഞങ്ങളിതാ താത്തൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വരുന്നത് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. അപ്പം ഞങ്ങളിതാ വന്ന് ഇവിടെ വീട്ടിലെത്തി. അപ്പം ഞങ്ങൾ എല്ലാ വെക്കേഷനിലും 1-2 ദിവസം നിൽക്കാനായിട്ട് ഇവിടേക്ക് വരാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം കുറച്ച് ലൈറ്റായിപ്പോയി. അപ്പോൾ ഇതാ ഞങ്ങൾ വന്നു, താത്ത ഞങ്ങളെ കണ്ടപ്പോൾ ഇതാ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ പിന്നെ മെഹറുവിൻ്റെ സ്പെഷ്യൽ ജ്യൂസ് ഞങ്ങൾ വന്ന പാടെ ഞങ്ങൾ നടന്ന്, നല്ല ചൂടല്ലേ, അപ്പോൾ ആ ക്ഷീണം തീർക്കാനായിട്ട് മെഹറു ഇതാ ജ്യൂസൊക്കെ സെറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളിതാ ജ്യൂസൊക്കെ കുടിച്ചു, ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ടാ ജ്യൂസ്? എങ്ങനെയുണ്ടാ? കുടിച്ചോ ഞങ്ങളുടെ കൂടെ കമ്പനിക്ക്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ അതക്കുട്ടിക്ക് ഇവിടെ താത്ത പറഞ്ഞിരുന്നു, ഇവിടെ ഒരുപാട് ചാമ്പക്കൊക്കെ ഉണ്ട്, നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് പറിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതക്കുട്ടിയുടെ മനസ്സിൽ അതുണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ട് ഒരുപാട് ദിവസമായി. അപ്പോൾ അവൾക്ക് ആ മൈൻഡ് ഇപ്പോഴും ഉണ്ട്. അപ്പം വന്ന പാടെ പറഞ്ഞു എനിക്ക് ചാമ്പക്ക പറിക്കണം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുക, താത്താൻ്റെ വീട്ടുമുറ്റത്ത് പറമ്പാണ്, താത്താൻ്റെ പറമ്പ് തന്നെയാണ്. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ നടന്ന് അവർ ഇതൊക്കെ നോക്കുകയാണ്. അപ്പോൾ ചെറിയൊരു സപ്പോട്ട മരമാണ്, ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒക്കെ നല്ല കുഞ്ഞ് സപ്പോട്ടകളാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളിതങ്ങനെ നോക്കുകയാണ്. അങ്ങനെ താത്താൻ്റെ കൃഷിയാണ് ഇതൊക്കെ, ചേമ്പുണ്ട്, കവുങ്ങുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ചാമ്പക്ക മരത്തിൻ്റെ ചോട്ട് പോയപ്പം ഒരു ചാമ്പക്ക പോലും അതിമല്ല കേട്ടോ, എല്ലാതും വീണിട്ട് നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ അന്ന് താത്ത ഫോൺ വിളിച്ച് കാണിച്ചു തന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു ചാമ്പക്ക, ഇപ്പോൾ ഒറ്റൊരു ചാമ്പക്ക പോലും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് മരത്തിൽ നോക്കി, അപ്പോൾ ഒക്കെ ചീഞ്ഞ് വീണിട്ട് കിടക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അതമോൾക്കൊരു വിഷമായി, എനിക്കൊരു ചാമ്പക്ക പോലും കിട്ടിയില്ലല്ലോ എന്ന്. അങ്ങനെ മരത്തിമേൽ ഒറ്റൊരു ചാമ്പക്ക ഉണ്ടായിരുന്നു കേട്ടോ. ആ ചാമ്പക്കാണെങ്കിലോ കേട് വന്ന ചാമ്പക്കയാണ്. അപ്പോൾ അതും ആ ഒരു പ്രതീക്ഷയും പോയി. അപ്പോൾ ചാമ്പക്ക ഇട്ടില്ല. അപ്പോൾ അതമോൾ പറഞ്ഞ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുത്തേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ പറമ്പിലൊക്കെ ഇങ്ങനെ നടന്ന് താത്തൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ കാണാം. ആൾക്ക് ആദ്യം ചെടീൻ്റെ ഒരു ഭ്രാന്തിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ ചെടി ഭ്രാന്തൊക്കെ നിന്നിട്ടുണ്ട്. ഇപ്പം ചെടിനോട് വലിയ താല്പര്യമില്ല. അപ്പം പറയുന്നുണ്ട് എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ തോന്നും ചെടീനോടൊരു താല്പര്യം, ഇപ്പം കുറച്ച് താല്പര്യ കുറവുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ കവുങ്ങ്, ചേമ്പ് അങ്ങനെയൊക്കെ ഉള്ളതിനോടാണ്. പിന്നെ പപ്പായൊക്കെ ഉണ്ട്, അതിന്മേലൊക്കെ ഒരുപാട് കായകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ചെടികളൊക്കെ സന്ദർശിച്ചു. അപ്പോഴേക്കും അതമോളുടെ കണ്ണിൽ ഒരു പേരക്ക മരത്തിന്മേൽ ഒരു പേരക്ക ഉണ്ട്. അത് കുഞ്ഞ് പേരക്ക, എന്തായാലും വേണ്ടില്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് അവൾ ആ പേരക്ക എടുത്തു. അങ്ങനെ ആ പേരക്ക അവൾക്ക് കിട്ടിയപ്പോൾ അവൾ ഹാപ്പിയായി. അങ്ങനെ പേരക്കൊക്കെ പൊട്ടിച്ചു, ഞങ്ങൾ കഴിച്ചു. അപ്പോഴേക്കും താത്തക്ക് നല്ല ജോലിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഡ്യൂട്ടിയാണ്. അപ്പം ഉണ്ടാക്കുന്നത് മുട്ട ബജി, പഴംപൊരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം ആൾ നല്ല തിരക്കിലാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നല്ല പണിയായി എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു. നല്ല അടിപൊളിയായിരുന്നു താത്തൻ്റെ കടികളൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു, വയറൊക്കെ ഫുള്ളായി. ഞങ്ങൾ നന്നായിട്ട് തന്നെ കഴിച്ചിട്ടോ. മുട്ട ബജിയും പഴംപൊരിയൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പ്ലേറ്റൊക്കെ കാലിയാക്കി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞിരുന്നു. താത്താന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ താത്തൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. അപ്പം എൻ്റെ ഒരു ഉമ്മയുടെ സ്ഥാനം കൂടിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. രാത്രി ആയപ്പം എന്നും അളിയൻക്ക് ഒരു കുറ്റി രായിപ്പുട്ട് ഉണ്ടാക്കൽ പതിവാണ് കേട്ടോ താത്തക്ക്. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ ഒരു കുറ്റി
രായിപ്പൂട്ട് എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് അളിയന് രാത്രി കഴിക്കാറുള്ളത്. അങ്ങനെ അതും സെറ്റായി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ചായ വൈകുന്നേരം കുടിച്ചത് തന്നെ വയറ് ഫുള്ളായിക്കണു. അപ്പോൾ ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും താത്ത ഇവിടെ വന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് ചോറൊക്കെ കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ കുറച്ചും കൂടിയൊക്കെ കഥയൊക്കെ പറഞ്ഞിരുന്നു, റിലാക്സ് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോവാണ്. അപ്പം ഇതാ അതക്കുട്ടി നേരത്തെ സൈഡായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.